ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അവിടുന്ന് ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനം അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങ് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വത്തിലും അങ്ങയുടെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 9 വേഴ്സ് 2 and 3. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി ജനിക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുന്നത് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണമാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പലപ്പോഴും പല ചോദ്യങ്ങളുമായിട്ടാണ് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയും സംഭവിച്ചു? എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് കാരണം? മറ്റുള്ളവരൊക്കെയും അനുഗ്രഹിക്കപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഇങ്ങനെയുള്ള കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുവാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ 1000 ചോദ്യങ്ങളുമായിട്ടാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം സർവശക്തനായ ദൈവത്തിന് ഉത്തരമുണ്ട്. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ചോദ്യങ്ങളുമായിട്ടുമല്ല, അവൻ എല്ലാ മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ്റെ അടുക്കൽ കടന്നു വന്ന് യാചിച്ച ആരെയും അവൻ വെറും കൈയോടെ വിട്ടിട്ടില്ല. വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന എല്ലാവരെയും, അവർ ഏത് രോഗമായിരുന്നാലും അവൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിനൊക്കെയും പരിഹാരം കർത്താവിൻ്റെ പാദപീഠത്തിങ്കലുണ്ട്. ഇവിടെ ഒരു കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം വായിച്ചു കേട്ടതായ വേദഭാഗം. റബി, ഇവൻ കുരുടനായി ജനിക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ജന്മന കുരുടനായൊരു മനുഷ്യനാണ്. കർത്താവ് അതുവഴി കടന്നു പോകുമ്പോൾ ഇവൻ കുരുടനാകുന്നു പറയുമ്പോൾ കുരുടൻ മാത്രമല്ല, ഇവൻ യാചകനും കൂടിയാണ്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുരുടനാണ്. അവൻ യാചകനാണ്, അവൻ കുരുടനാണ്. ഇതൊക്കെയും സമൂഹത്തിൽ അവൻ്റെ ജീവിതത്തിലെ ന്യൂനതകളെയാണ് ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർക്ക് ന്യായമായും ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് ഇവൻ ഈ പ്രകാരം കുരുടനായി ജനിക്കുവാനുള്ള കാരണം? യഹൂദ പശ്ചാത്തലത്തിൽ ഈ പ്രകാരം രോഗങ്ങൾ കടന്നു വരുന്നത് മാതാപിതാക്കളുടേതായ ശാപം നിമിത്തമാണ് കടന്നു വരുന്നെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിഷ്യന്മാർ ഈ പ്രകാരം അവരോട് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവിനോട് അവർ ചോദിക്കുന്നു, ഇവൻ
കുരുടനായി ജനിക്കത്തക്കവണ്ണം കുരുടനായി ജനിക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ആര് പാപം ചെയ്തു? അപ്പോൾ എന്താണ് കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത്? അതിന് യേശു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. അപ്പോൾ അവൻ്റെ അമ്മയപ്പന്മാരുടെ പാപം നിമിത്തമല്ല അവൻ കുരുടനായി ജനിക്കുവാൻ കാരണമായി തീർന്നത്, പിന്നെയോ ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടുവാനത്രേ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിലൂടെ വെളിപ്പെടുവാനും അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും തക്കവണ്ണമാണ് ഈ മനുഷ്യന് ഈ പ്രകാരമുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രകാരമുള്ള പലപ്പോഴും ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. നമ്മുടെ കൺമുമ്പിലൂടെ പല സംഭവങ്ങൾ ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രകാരം സംഭവിക്കുന്നത്, എന്തുകൊണ്ട് അവർക്കങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ 1000 ചോദ്യങ്ങൾ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനാണ് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തെ സമ്പൂർണ്ണമായി ഒരു ദൈവ പൈതൽ വിശ്വസിക്കണം. ദൈവം അറിയാതെ അവൻ്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. അപ്പോൾ ദൈവപ്രവൃത്തി അവനിലൂടെ വെളിപ്പെടുവാനാണെന്ന് പറയുമ്പോൾ ദൈവപ്രവൃത്തിക്ക് ഒരു മാനുഷികമായ വിശുദ്ധീകരണം നമുക്ക് പലപ്പോഴും ലഭിക്കുകയില്ല. നമുക്ക് ന്യായമായും ഒരു സംശയം വീണ്ടും ഉണ്ടാകാം. ഇങ്ങനെയുള്ള കഷ്ടതകളിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഈ പ്രകാരമുള്ള അതികഠിനമായ അവസ്ഥകളിലൂടെ വേദനകളിലൂടെ കടന്നുപോയാൽ മാത്രമേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ എന്ന് ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ കടന്നു വരാം. പക്ഷേ ദൈവപ്രവൃത്തിക്ക് ഒരിക്കലും നമുക്കൊരു മാനുഷികമായ വിശുദ്ധീകരണം കൊടുക്കുവാൻ കഴിയുകയില്ല. ഇവിടെ അവനോട് കർത്താവ് പറയുന്നുണ്ട്, അതിൻ്റെ അടുത്ത വാക്യത്തിൽ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം. അതുകൊണ്ട് കർത്താവ് വീണ്ടും അവരോട് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം കർത്താവ് എന്താണ് ചെയ്തത്? ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി അവൻ്റെ കണ്ണുകളിൽ മേൽ പുരട്ടി. അപ്പോൾ ദൈവപ്രവൃത്തിക്ക് ഒരു മാനുഷിക വിശുദ്ധീകരണമില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും പുതിയതായിരിക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് സർവശക്തനായ ദൈവം പ്രവർത്തിക്കുന്നത്. ഓരോ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഓരോ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഇവിടെ ഈ കുരുടനെ സൗഖ്യമാക്കുന്നത് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പുരട്ടിക്കൊണ്ടാണ് കർത്താവ് അവനെ സൗഖ്യമാക്കുന്നത്. എന്നാൽ നമുക്ക് മറ്റൊരു കുരുടനെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. യെരിഹോ പട്ടണത്തിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ അവിടെ ഒരു കുരുടൻ വഴിയിൽ നിന്നുകൊണ്ട് കർത്താവിനോട്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നുണ്ട്. ശിഷ്യന്മാർ അവനെ മിണ്ടാതിരിപ്പാൻ തക്കവണ്ണം ശാസിക്കുകയാണ്. അവിടെ കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ കുരുടനെ നിലത്ത് തൊപ്പി ചേറുണ്ടാക്കി അത് കണ്ണിന്മേൽ പുരട്ടി സൗഖ്യമാക്കിയെങ്കിൽ
എരീഹോ പട്ടണത്തിലിരുന്ന കുരുടനെ സൗഖ്യമാക്കുന്നത് അവൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് അവനോട് പറയുകയാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവപ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമാണ്, അത് ഓരോപ്പോഴും പുതിയതായിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവപ്രവൃത്തി ആയിരിക്കണമെന്നില്ല മറ്റൊരാളുടെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിന് എങ്ങനെയും പ്രവർത്തിക്കുവാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ട് മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കേണ്ടത് എന്ന് ഒരിക്കലും ഞാനും നിങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് അതിനിഷ്ടമുള്ള രീതിയിൽ അത് പ്രവർത്തിക്കും. അത് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും, അത് പുതിയതായിരിക്കും. മറ്റൊരു സംഭവം നാം ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ അടുക്കൽ 4 പേര് ഒരുമിച്ച് ഒരു പക്ഷവാത രോഗിയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. കർത്താവ് ഇരുന്ന വീടിൻ്റെ മേൽക്കൂരയിലെ ഓട് മാറ്റി അവർ 4 പേരും ഒരുമിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, അതിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ ബെഥെസ്ദ കുളക്കരയിൽ കിടന്നിരിക്കുന്ന പക്ഷവാതക്കാരനായ രോഗിയെ അവിടെ കർത്താവ് പറയുന്നത്, നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്നാണ്. അപ്പോൾ ഓരോ അത്ഭുതങ്ങളും വ്യത്യസ്തങ്ങളാണ്, പുതിയതാണ്. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് സൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്. കർത്താവ് അവരോടൊന്നും പറയുന്നില്ല. അവർ പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് സൗഖ്യം ലഭിച്ചതായി ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിനെന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ തന്നെ അവർ ശുദ്ധന്മാരായി തീർന്നു. എന്നാൽ മറ്റൊരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയെന്നും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഒരാളെ തൊട്ട് സൗഖ്യമാക്കി, ഒരാൾ പോകുന്ന വഴിയിൽ സൗഖ്യമായി. അപ്പോൾ തൊട്ടാൽ മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഞാൻ ഓരോ സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവപ്രവൃത്തി ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും, അത് എപ്പോഴും പുതിയതായിരിക്കും. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവിക അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ പ്രകാരം ആയിരിക്കണമെന്ന് ഒരിക്കലും ഞാനും നിങ്ങളും ക്ഷണിക്കരുത്. ദൈവം ഇങ്ങനെയേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഒരിക്കലും നാം മറ്റുള്ളവരെ പഠിപ്പിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അടിസ്ഥാനം. ദൈവപ്രവൃത്തി ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിരിക്കും. ദൈവപ്രവൃത്തികൾക്ക് ഒരിക്കലും മാനുഷികമായൊരു വിശുദ്ധീകരണം നമുക്ക് നൽകുവാൻ കഴിയുകയില്ല. മറ്റൊന്ന്, ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ഒരു ശേഖലിന് ഒരു സേയ ഗോതമ്പ് മാവും ഒരു ശേഖലിന് 2 സേയ യവവും വിൽക്കും എന്ന് യഹോവ അരുളിച്ചു എന്ന് പറഞ്ഞു. രാജാവിനെ കൈക്കൊണ്ട് താങ്ങിയിരുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധ്യമാകുമോ എന്ന് ചോദിച്ചു. അതിനവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അത് ഭക്ഷിക്കുകയില്ല. ദേശത്ത് മുഴുവൻ ക്ഷാമം വർദ്ധിച്ചു വരുന്ന സമയം, ആഹാരം കിട്ടാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രവാചകൻ പറയുകയാണ്, എലീശ പ്രവചിക്കുകയാണ്, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ഒരു ശേഖലിന് ഒരു സേയ ഗോതമ്പ് മാവും ഒരു ശേഖലിന് 2 സേയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രവാചകൻ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്.
അപ്പോൾ ആ പ്രകാരം അവിടെ ഭക്ഷണം ലഭിക്കുവാൻ, ആ വിലയ്ക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും സാധ്യമാവുകയില്ല. അത് വിശ്വസിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അകമ്പടി നായകൻ പറയുകയാണ്, ഇത് രാജാവിനെ കൈകൊണ്ട് താങ്ങിയിരുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധ്യമാകുമോ? അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കുവാൻ പോകുന്ന കാര്യമല്ല. സ്വർഗത്തിലെ ദൈവം കിളിവാതിൽ തുറന്ന് അനുഗ്രഹിച്ചാലും ഈ പറയുന്ന വിലയ്ക്ക്, പ്രവാചകൻ പറയുന്ന വിലയ്ക്ക് ഭക്ഷണം കൊടുക്കുവാൻ അത് സാധ്യമാവുകയില്ല എന്ന് അകമ്പടി നായകൻ പറയുകയാണ്. പലപ്പോഴും ഈ പ്രകാരം ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും പ്രവാചകന്മാരും ദൈവീക അരുളപ്പാടുകൾ പലപ്പോഴും പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇവിടെ ഈ അകമ്പടി നായകൻ പറയുന്നത് പോലെ ഇതെങ്ങനെ സാധ്യമാകും എന്ന് ഹൃദയത്തിൽ ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്. കാരണം അങ്ങനെ പറയുവാനുള്ള കാരണം സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമല്ല. അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ പ്രകാരം സംഭവിക്കുവാനുള്ള യാതൊരുവിധ സാധ്യതയും അവിടെ കാണുന്നില്ല. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് കിളിവാതിലുകൾ തുറന്ന് ഭക്ഷണം കൊടുത്താലും ആ വിലയ്ക്ക് അവിടെ ഭക്ഷണം ലഭിക്കുവാൻ സാധ്യമാവുകയില്ല എന്ന് അകമ്പടി നായകൻ പറയുകയാണ്. അവിടെ എന്താണ് പ്രവാചകൻ മറുപടി പറയുന്നത്? നീ അത് കണ്ണുകൊണ്ട് കാണും, പക്ഷേ അത് നീ ഭക്ഷിക്കുകയില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അത് ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും നീ അത് ഭക്ഷിക്കുകയില്ല എന്ന് പറയുമ്പോൾ നിനക്കത് കാണുവാൻ കഴിയും, പക്ഷേ അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ജനമേ, പലപ്പോഴും ഞാനും നിങ്ങളും നമ്മളുടെ വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കാറില്ല. ദൈവപ്രവൃത്തിയെ പലപ്പോഴും ഞാനും നിങ്ങളും ബുദ്ധി കൊണ്ടാണ് പലപ്പോഴും അളക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ, അത് നടക്കുവാനുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ നാം പല കാര്യങ്ങളും വിശ്വസിക്കും. ഡോക്ടർമാർ അവരുടേതായ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും നിങ്ങളും അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കും. പക്ഷേ അത് നടക്കുവാനുള്ള സാധ്യതകളില്ല എങ്കിൽ പലപ്പോഴും സംശയിക്കുന്ന സ്വഭാവം എന്നിലും നിങ്ങളിലുമുണ്ട്. ദൈവത്തിന് സർവ്വതും സാധ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയണം. ഈ പ്രകാരം ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ സെക്കരിയാവ് പറയുന്നുണ്ട്, സെക്കരിയാവ് ദൂതനോട് ഇതെങ്ങനെ ഞാൻ ഉറപ്പായി അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയോവൃദ്ധയുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ശാരീരികമായ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ ശക്തി കൊണ്ടും അസാധ്യമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ദൂതൻ സെക്കരിയാവിനോട് പറയുന്നത്. അവിടെ സെക്കരിയാവും ഈ പ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നു, ഇതെങ്ങനെ സാധ്യമാകും? എൻ്റെ ശരീരത്തിന് അതിനുള്ള ശക്തിയില്ല, എൻ്റെ പ്രായം കവിഞ്ഞിരിക്കുകയാണ്, പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് സെക്കരിയാവ് ചോദിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേലുണ്ടാവുകയാണ്. അപ്പോൾ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. പല രോഗങ്ങൾക്കും ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ ഇനി ഒന്നും സാധ്യമാവുകയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പല ഡോക്ടർമാരും അവസാന നിമിഷം പറയാറുണ്ട്. കാരണം അവരുടെ ബുദ്ധി കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇനി ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വിധി എഴുതുന്ന നാളിൽ ഞാനും നിങ്ങളും പലപ്പോഴും സംഭവിച്ചു പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം വിശ്വസിക്കണം, ദൈവത്തിന് സകലതും സാധ്യമാണ്. അവൻ നമ്മുടെ സൃഷ്ടാവാണ്. സൃഷ്ടാവിന് സൃഷ്ടിയെക്കുറിച്ച് പൂർണ്ണമായ അധികാരമുണ്ട്.
അവൻ്റെ വചനത്താലാണ് സകലതും ഈ ഭൂമിയിൽ ഉളവായതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് വിശ്വസിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നാം ദേവാലയങ്ങൾ കടന്നു പോകുന്നുണ്ട്, വിശുദ്ധ കുർബാനകളിൽ സംബന്ധിക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നു. പക്ഷേ ദൈവിക അനുഭവങ്ങളിൽ വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ദൈവിക പ്രവർത്തികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ആത്മീയമായ കാഴ്ചപ്പാട് പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. ദൈവവചനം നിരന്തരമായി ധ്യാനിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. ഈ പുസ്തകത്തിൽ അനേക അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അനേക ഭക്തന്മാർ ജീവിച്ചതും പ്രവർത്തിച്ചതുമായ സംഭവങ്ങൾ ഈ തിരുവചനത്തിൽ പ്രതിപാദിക്കുമ്പോൾ ആ ദൈവിക അനുഭവങ്ങളിൽ കേൾക്കുവാനും വിശ്വസിക്കുവാനും അതിൽ വളർച്ച പ്രാപിപ്പാനും തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും ഞാനും നിങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകേണ്ട കാര്യമില്ല. അതേ പുസ്തകത്തിൽ, ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ അവിടെ മറിയ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ചോദിക്കുന്നുണ്ട്. മറിയ ദൂതനോട് ഞാൻ കന്യകയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അതിന് ദൂതൻ ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഇവിടെയും അസാധ്യമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ദൂതൻ മറിയെ അറിയിക്കുന്നത്. അവളൊരു ചെറുബാലികയാണ്, അവൾ കന്യകയാണ്. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നീ കന്യകയായി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ദൂതനോട് ചോദിക്കുന്നു. നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറയുമ്പോൾ ഞാൻ കന്യകയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഈ ചോദ്യം പലപ്പോഴും നമ്മുടെയൊക്കെയും ഹൃദയങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് സകലതും സമ്പൂർണമായും നടത്തുവാൻ കഴിയുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. മറിയയെ സംബന്ധിച്ച് ഇതുവരെയും ഭൂമിയിൽ ആ പ്രകാരം പരിശുദ്ധാത്മാവിനാൽ ആരും ഗർഭം ധരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കേട്ടുകേൾവി പോലുമില്ല. ലോകത്തിൽ ആദ്യമായി നടക്കുന്നതാണ്. അവിടെ ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാകുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സുസാധ്യമാക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ അനുകൂലമാകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുസന്നതിയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ആ കുരുടനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ ഈ പ്രകാരം സംഭവിക്കുവാനുള്ള കാരണം എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ പല സംഭവങ്ങളും നടക്കുമ്പോൾ ഞാനും നിങ്ങളും ഇങ്ങനെ സംശയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്നെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ് ഈ പ്രകാരമുള്ള കഷ്ടതകളിലൂടെ ദൈവം കടത്തിവിടുന്നത്. ദൈവത്തെ സമ്പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ഒന്നും നമ്മളെക്കുറിച്ച് അറിയില്ല. നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. പക്ഷെ നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ വഴിയിലൂടെയാണ് ഞാനും നിങ്ങളും പലപ്പോഴും കടന്നു പോകുന്നത്. നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ പലപ്പോഴും നമ്മെ നിയന്ത്രിക്കാറുണ്ട്.
എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ കേട്ടുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. പലപ്പോഴും ഞാനും നിങ്ങളും കാണുന്നത് വിശ്വസിക്കുന്നവരാണ്, പക്ഷേ കാണാത്തതിനെ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയണം. ഒരു ദൈവവൈതൻ്റെ ജീവിതമെന്ന് പറയുന്നത് കാണാൻ പറ്റാത്തതിനെ കണ്ടതുപോലെ വിശ്വസിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യണം. നാം ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നില്ല, പക്ഷെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുവൻ ദൈവസ്ഥാനത്തിൽ കടന്നു വന്നാൽ ദൈവം അവൻ്റെ മധ്യത്തിലുണ്ട് എന്നും ദൈവത്തെ ഏകാഗ്രതയോടുകൂടി അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നും അവൻ വിശ്വസിക്കണം. അപ്പോൾ നാം കാണുന്നില്ല നമ്മുടെ കണ്ണുകൊണ്ട്, പക്ഷേ കണ്ടതുപോലെ വിശ്വസിക്കണം. അബ്രഹാം പിതാവ് അങ്ങനെയായിരുന്നു. ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. ഇവിടെ ഈ കുരുടനോട് ശിലോഹോം കുളത്തിൽ പോയി കഴുകുവാൻ പറയുന്നുണ്ട്. പ്രയാസകരമായ ഒരു കാര്യമാണ് കർത്താവ് അവനോട് പറയുന്നത്. അവിടെ പോയി കഴുകിയാൽ സൗഖ്യം ലഭിക്കുമെന്ന് കർത്താവ് പറയുന്നില്ല, പക്ഷേ അവൻ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് അവൻ യാത്ര തിരിക്കുകയാണ്. അവനോട് സൗഖ്യം ലഭിച്ചതായി ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവപ്രവൃത്തി എന്നിലും നിങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ സമ്പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവപ്രവൃത്തിക്ക് മാനുഷികമായ വിശുദ്ധീകരണങ്ങൾ ഞാനും നിങ്ങളും ആവശ്യപ്പെടരുത്. സമ്പൂർണ്ണമായിട്ടും നമ്മുടെ കർത്താവിനെ വിശ്വസിപ്പാൻ കഴിയണം. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയായ ദൈവമാണ്. ഓരോ കാര്യങ്ങളും അവൻ അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ നിരൂപണങ്ങളും അറിയുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി വിശ്വാസത്തോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ സങ്കടങ്ങൾ എന്തു തന്നെയായിരുന്നാലും, നമ്മുടെ പ്രയാസങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവപ്രവൃത്തി എന്നിലൂടെയും നിങ്ങളുടെയും വെളിപ്പെടട്ടെ. അങ്ങനെ യേശു ക്രിസ്താവ് നമ്മുടെ രക്ഷിതാവും രക്ഷകനുമാണ് എന്ന് ലോകമറിയട്ടെ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് ലോകമറിയട്ടെ. ആ പ്രകാരം ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചുവല്ലോ കർത്താവേ. ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലും ദൈവമേ, അവിടുത്തെ കർത്താവെ നാമം അവരിലൂടെ കൂടുതലായിട്ട് മഹത്വപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവപ്രവൃത്തി ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകർ കർത്താവെ അങ്ങേ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് കർത്താവെ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്നും അങ്ങ് സർവശക്തനായ ദൈവമെന്നും അനേകർ അറിയപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവെ. ഈ രാത്രി വചനം കേട്ട ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകളിലെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. ഹൃദയത്തിൻ്റെ വേദനയോടുകൂടി ദൈവമേ ഈ രാത്രി വചനം കേട്ട ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ അവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, അങ്ങ് അവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.